Hello everyone, welcome back to Xylem, welcome back to the world of English. നാച്ചു സാറാണ്. നിങ്ങൾ ഇംഗ്ലീഷിന് എക്സാമിന് വേണ്ടി നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. ചാപ്റ്റേഴ്സും ഡിസ്കോഴ്സുകളൊക്കെ വായിക്കുന്നുണ്ട്. അപ്പോഴും നിങ്ങളുടെ ഉള്ളിലെ സൂത്രശാലിയായിട്ടുള്ള ഒരാൾ നിങ്ങളോടൊരു ചോദ്യം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഏത് ചാപ്റ്ററിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ ചോദ്യം വരിക, ഏത് ചാപ്റ്ററിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ ഡിസ്കോഴ്സുകൾ വരിക, എന്നാൽ പിന്നെ അത് ആദ്യം അങ്ങ് പഠിക്കായിരുന്നു, ഏതെങ്കിലും ചാപ്റ്ററിൽ നിന്ന് ചോദ്യം വരുന്നില്ലെങ്കിൽ അതങ്ങ് ഒഴിവാക്കാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ നമ്മുടെ കംഫർട്ട് സോൺ സീക്ക് ചെയ്യുന്ന പുള്ളിക്കാരനുള്ളെന്ന്. എന്നാൽ അയാൾക്കൊരു ഉത്തരം നൽകാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഉത്തരം നൽകാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സിമ്പിളാണ്. ഏത് ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജിന് ചോദ്യം വരുന്നത്? യെസ്, റെഡി ആണോ? നിങ്ങൾ എക്സൈറ്റഡ് ആണോ? പക്ഷെ നിങ്ങൾ അത്ര എക്സൈറ്റഡ് ആവണ്ട, ഞാൻ നിങ്ങൾക്കൊരു സ്റ്റാറ്റിസ്റ്റിക്സ് കാണിച്ചു തരാം. നോക്കിക്കോ. ഇത് 2023 SSLC എക്സാമിലെയും മോഡൽ എക്സാമിലെയും ചോദ്യങ്ങളെ ഞാൻ കൃത്യമായി അനലൈസ് ചെയ്ത് ഉണ്ടാക്കിയൊരു ചാർട്ടാണ്. നമുക്കിതൊന്ന് അനലൈസ് ചെയ്യാം. നോക്കിക്കോളൂ. 2023 SSLC എക്സാം കഴിഞ്ഞ പരീക്ഷയ്ക്ക് കോംപ്രിഹെൻഷൻ പാസേജ് എന്ന ചോദ്യം വന്നത് വാൻകയിൽ നിന്നാണ്. ദെൻ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്നാണ് പോം വൺ വേർഡ് ചോദിച്ചത്. ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗനാണ് അപ്രിസിയേഷൻ ചോദിച്ചത്. ഇനി നമ്മൾ എങ്ങോട്ട് വരികയാണ്? ഇനി നമ്മൾ കോംപ്രിഹെൻഷനിലേക്ക് വരികയാണ്. റൈറ്റപ്പ് ചോദിച്ചത് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻട്രി എന്നാണ്. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻട്രി. ഓക്കെ, ഒരു ചോദ്യം വന്നു. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻട്രി എന്ന് ഒരു ചോദ്യം വന്നു. ദെൻ നറേഷൻ ചോദിച്ചത് കാസ്റ്റവേ എന്നാണ്. സോ രണ്ടാമത്തെ ചാപ്റ്ററും ചോദിച്ചു, കാസ്റ്റവേ എന്നും ചോദ്യം വന്നു. മൂന്നാമത്തത് 5 മാർക്കിൻ്റെ ഫിലിം ഫെസ്റ്റിവൽ വന്നത്, ഫിലിം ഫെസ്റ്റിവലിൻ്റെ നോട്ടീസ് വന്നത്. നമുക്ക് വേണമെങ്കിൽ ആ യൂണിറ്റ് മൊത്തം പറയാം, എന്നാലും നമുക്ക് എന്ത് പറയാം, മൈ സിസ്റ്റർ ഷൂസ് എന്ന് പറഞ്ഞ ചാപ്റ്ററുമായിട്ട് നമുക്കതിനെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ദെൻ ഡയറി ചോദിച്ചത് നെവർ നെസ്റ്റ് എന്നാണ്. 4ാമത്തെ ചാപ്റ്ററിൽ നിന്നും ചോദ്യം വന്നു. ക്വസ്റ്റ്യനറി ചോദിച്ചത് ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്നാണ്. 5ാമത്തെ ചാപ്റ്ററിൽ നിന്നും ചോദ്യം വന്നു. ദെൻ ഇൻഫോർമൽ ലെറ്റർ ചോദിച്ചത് സ്നേക്ക് ആൻഡ് മിറർ എന്നാണ്. 6ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദ്യം വന്നു. ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചത് മാർത്തയാണ്. സ്കോളർഷിപ്പ് ജാക്കറ്റ് 7ാമത്തെ ചാപ്റ്ററിൽ നിന്നും ചോദ്യം വന്നു. ദെൻ പ്രൊഫൈൽ ചോദിച്ചത് ആൻറ്റൺ ചെക്കോവിൻ്റെയാണ്. നമുക്ക് ആ പ്രൊഫൈലിന് ഒരു ചാപ്റ്ററുമായിട്ട് അസൈൻ ചെയ്യാതിരിക്കാം, എന്നാലും ആൻറ്റൺ ചെക്കോവ് വാൻകെ എഴുതിയ ആളാണ്, നമുക്കറിയാം. അവർ കിടക്കട്ടെ. ദെൻ ന്യൂസ് റിപ്പോർട്ട് ചോദിച്ചത് പ്രൊജക്ട് ടൈഗർ എന്നാണ്. ഒരു ചാപ്റ്ററും കൂടെ വന്നു. ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എവർ മെയ്ഡ് എന്ന് പാരഗ്രാഫും ചോദിച്ചു. ഇനി വാൻക അവിടെ നമുക്ക് കണക്ട് ചെയ്തിട്ടില്ലെങ്കിലും ഇവിടെ കണക്ട് ചെയ്യാം. വാൻകയിൽ നിന്ന് എന്ത് വന്നു? പാസേജ് വന്നു. സോ നിങ്ങൾക്ക് പഠിക്കാനുള്ള 10 പ്രോസിൽ നിന്ന് 5 പോംസിൽ നിന്ന് 2 വരും നമുക്കറിയാം. 10 പ്രോസിൽ നിന്നും എന്ത് വന്നിട്ടുണ്ട്? ചോദ്യം വന്നിട്ടുണ്ട്. സോ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ്? എല്ലാ ചാപ്റ്റേഴ്സും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അങ്ങനെ ഒരു പെർട്ടിക്കുലർ വെയിറ്റേജ് എന്ന് ഒരു പബ്ലിക് എക്സാമിൻ്റെ സമയത്ത്, പ്രത്യേകിച്ച് ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ പറയാൻ സാധിക്കില്ല. ഇതിൽ ചിലപ്പോൾ ഗ്രാമർ ക്വസ്റ്റ്യൻസ് കൂടെ വരുമ്പോൾ ഒരു ചാപ്റ്ററിന് ഇത്ര മാർക്കിന് വരും എന്നൊക്കെ നമുക്ക് പറയാമെന്നല്ലാതെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ പഠിക്കണം. 2023 മോഡൽ എക്സാമിൻ്റെ ഒരു അനാലിസിസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കൂ. നറേഷൻ ചോദിച്ചത് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എവർ മെയ്ഡ് എന്നാണ്. റൈറ്റപ്പ് ചോദിച്ചത് അഡ്വഞ്ചേഴ്സിൻ്റെ ബനിയൻട്രി എന്നാണ്. സ്നേക്ക് ആൻഡ് മിറർ എന്ന് ഡയറി. പ്രൊജക്ട് ടൈഗർ എന്ന് ക്വസ്റ്റ്യനെയർ. എഗെയിൻ ഫിലിം ഫെസ്റ്റിവലിൻ്റെ നോട്ടീസ് തന്നെ റിപ്പീറ്റ് ചെയ്തു. ദെൻ ബഷീറിൻ്റെ പ്രൊഫൈൽ നമ്മൾ കണക്ട് ചെയ്യുന്നില്ല. ദെൻ കോൺസ്റ്റാൻറ്റിൻ മാക്രിച്ച് വാൻകയിൽ നിന്ന് ക്യാരക്ടർ സ്കെച്ച്. മൈ സിസ്റ്റർ ഷൂസ് എന്ന് ഇൻഫോർമൽ ലെറ്റർ. ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്ന് പാരഗ്രാഫ്. ദെൻ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് സ്പീച്ച്. അപ്പോൾ പറഞ്ഞു വന്നത് എല്ലാ ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ടും നിങ്ങൾക്ക് സമാധാനമായിട്ടില്ലെങ്കിൽ കൊറോണയ്ക്ക് മുമ്പ് 2020 SSLC എക്സാമിനും മോഡൽ എക്സാമിനും ചോദിച്ച ചോദ്യങ്ങൾ, അതിൻ്റെ പാറ്റേൺ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. സോ ഇൻ ഷോർട്ട്, എല്ലാ ചാപ്റ്റേഴ്സും അടിപൊളിയായിട്ട് പഠിക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് പഠിക്കുക? എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും നറേഷനും ഡിസ്കോഴ്സുകളും പിന്നെ ഗ്രാമർ ടോപ്പിക്കുകളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനും നിതിൻ സാറും വൈകുന്നേരം ലൈവിൽ വരുന്നുണ്ട്. ലൈവിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അങ്ങോട്ട് വായോ, ഗംഭീരമായിട്ട് നമ്മൾ പഠിക്കും. നമ്മൾ ഒരുമിച്ച് തുടങ്ങിയൊരു യാത്രയാണ്. ഈ കാലം അത്രയും നമ്മൾ ഒരുമിച്ചാണ് ഇംഗ്ലീഷ് പഠിച്ചത്. നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ മാരത്തൺ റിവിഷനിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ഈ ലൈവിൻ്റെ ലിങ്ക് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യും എന്നെനിക്കറിയാം. ആൻഡ് നിങ്ങളുടെ അഭിപ്രായം, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ് പീപ്പിൾ. ദിസ് ഇസ് നാസർ ഫാറുദ്ദീൻ സൈനിങ് ഓഫ്. താങ്ക് യു.